പറയുന്നത് സൺഡേ ഒക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കോടനാടാണ്. ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ കുറേ കാലമായിട്ടൊരു ഡ്രോൺ വാങ്ങണമെന്ന് ആഗ്രഹത്തിലിരിക്കുകയാണ്. ശരിക്കും മേടിക്കാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട് മേടിച്ചു. അവൻ മേടിച്ച് ഓർഡർ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്, നമുക്കത് കാണാം. അപ്പോൾ ഐ എം വൈശാഖ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കയ്യിലുള്ളത് മാവിക് മിനിയാണ്. മാവിക് മിനിയുടെ ഫ്ലൈ മോർ കോംബോ കണ്ടോ, ഫ്ലൈ മോർ കോംബോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് കംപ്ലീറ്റ് സാധനം ഞാൻ കാണിച്ചു തരാം. അവസാനം നമുക്ക് പറപ്പിക്കുകയും ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇത് കണ്ടോ, ഇത് 249 grams ആണ്. 249 gram. ഈ 249 gram ആയതുകൊണ്ട് പല കൺട്രിയിൽ ഇതൊരു ടോയ് ആണ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ലൈസൻസോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ പറപ്പിക്കാൻ പാടത്തെ ഏരിയ കൂടെ പറപ്പിച്ചാൽ ഇത് ടോയ് ആണെങ്കിലും പോയിച്ച് പിടിച്ച് അതിരും. ഈ നമ്മുടെ എയർപോർട്ട്സ് അങ്ങനെ കാര്യമൊന്നും പറപ്പിക്കാൻ പാടില്ല. ഇതിൽ 2.7K വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഒരു 4 kilometer വരെ അതിൻ്റെ റേഞ്ച്. ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ ഒരു ബാംഗ്ലൂർ ഡീലർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത് മേടിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാരണം അതങ്ങാണ്ട് ഒരു 15 meter വരെയൊക്കെ പറപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ അതിന് 40,000 രൂപ കോസ്റ്റും ഉണ്ട്. പിന്നെ നമ്മളിത് മേടിച്ച് നമുക്ക് ആ യൂസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ബിഗിനേഴ്സ് വ്ളോഗേഴ്സിന്, ഒരു ഡ്രോൺ ലവേഴ്സിന്, അല്ലെങ്കിൽ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് ഇത് ബെസ്റ്റ് പാക്കേജാണ്. ഇത് ഫ്ലൈമോർ ആണ്. ഇതിന് നോർമലും ഉണ്ട്. നോർമൽ റേറ്റ് കുറവാണ്. അപ്പോൾ ഞങ്ങൾക്കിത് കിട്ടി. ഞങ്ങളൊരു ഓതറൈസ്ഡ് ആൾക്കാരിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻസിലിട്ട് ഞങ്ങൾ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് എന്താണെന്ന് നോക്കാം. മിനി കോംബോ ആയതുകൊണ്ട് എത്ര ബാറ്ററീസ് ഉണ്ട്, ഇത് ഈ ഫുൾ ഐറ്റംസ് ഉണ്ട്. ഇതിന് പുറകിൽ ഇങ്ങനൊരു പിക്ചറാണ്. കൊള്ളാം, നല്ല അടിപൊളി നീറ്റ് പാക്കിംഗ് ആണ്, ഡീസൻറ്റ് പാക്കിംഗ് ആണ്. പുറത്ത് 249 grams എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ആ ഡേഞ്ചർ അങ്ങനത്തെ നമ്മൾ പ്രിക്കോഷൻസ് കാര്യങ്ങൾ 16+ ഏജിൻ്റെ മുകളിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എവിടെ മാനുഫാക്ചർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന് സ്പെക്ക് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ്, ഫ്ലൈറ്റ് ടൈം, എത്ര കിലോമീറ്റർ ആണ്, 3 axis ഗിംബൽ, 2.7K ആണ് ക്യാമറ റെക്കോർഡിംഗ്, 12 megapixel ക്യാമറ തന്നെ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ ഐറ്റംസ് നോക്കാം. ഒരു കേസ് ഉണ്ട്, അടിപൊളി നല്ല ഒരു ഫാബ്രിക് ഫിനിഷ് കേസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ക്യാമറയും അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്തിട്ട് വയ്ക്കാം. പിന്നെ ഒരു പെട്ടി ഉണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് മറ്റേ ഈ ഒരു ഐറ്റം ഉണ്ട്. ഈ സംഭവം നമുക്ക് ആദ്യമായിട്ട് പറപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു അതിൻ്റെ പോപ്പുലർ പ്രൊട്ടക്ഷനുള്ള സാധനമാണ്. അപ്പോൾ ഇതിട്ടിട്ട് പറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണാലും ഇതൊന്നും ഡാമേജ് ആവില്ല. അപ്പോൾ അതിൻ്റെ ഐറ്റമാണ് ഇതിൻ്റെ അടുത്ത് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ചാർജർ, പിന്നെ ഒരു പെട്ടി ബാറ്ററി ആണത്. പിന്നെ കേബിളും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഊരി മാറ്റി വെച്ചു. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് അപ്പോൾ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഇതാണ് ഐറ്റം. വളരെ കുഞ്ഞിതാട്ടത്. എൻ്റെ ദൈവം ഇത്ര ചെറുതാണ്. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഭയങ്കര ചെറുതല്ലേ, പോക്കറ്റൊക്കെ ഉള്ളൂ. എൻ്റെ പോക്കറ്റ് കയറില്ല, ടൈറ്റാണ്. കുഴപ്പമില്ലല്ലോ, ഭയങ്കര ചെറുതാടാ. ഓക്കെ, ഭയങ്കര ചെറുതാണ്. ഇത് ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കേസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ താഴത്തെ പോപ്പുലർ ഇതെല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചെറുതാട്ടോ, നമ്മൾ ഒട്ടും വെയിറ്റില്ല, തീരെ കനമില്ല. ഇത്രേ ഉള്ളൂ. കറക്റ്റ് അവരുടെ ആഡിൽ കാണിക്കുന്ന ആ കയ്യിൽ നമ്മുടെ ഉള്ളം കയ്യിൽ കൊള്ളുന്ന സാധനം ഇത്ര ചെറുതാണ്. അതുകൊണ്ട് ഒരുപാട് കാറ്റുണ്ടെങ്കിൽ പറപ്പിക്കാൻ പറ്റില്ല, ഈ സാധനം കയ്യിൽ നിന്ന് പോകും. കാരണം ഇത്രയും വെയിറ്റ്ലെസ് ആയതുകൊണ്ട് നല്ല കാറ്റുണ്ടെങ്കിൽ പറപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ റിമോട്ടാണ്. റിമോട്ട് നമ്മുടെ ഫോൺ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറപ്പിക്കാം. ഇതിന് 2 നോബ് വരും, അത് പിടിപ്പിച്ച് പറപ്പിക്കാം. ഇതിന് 3 ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിൻ്റാണ്. ഇതിന് കുറേ കവറുണ്ട്, പക്ഷെ പാക്കിങ് കൊള്ളട്ടെ. അത് നല്ല കേസിൻ്റെ ഇതാണ്, നല്ല ബലമുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഈ ബാഗിൻ്റെ അകത്ത് എല്ലാ സാധനം വെച്ചിട്ട് നമുക്ക് ബാഗിൻ്റെ അകത്തിട്ട് കൊണ്ടുപോകാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെയാണ്, ഒന്നും തുറക്കുന്നില്ല. ഇത് ചാർജ്
ചാർജർ, നമ്മുടെ ഫോണിൻ്റെ ചാർജർ പോലെ തന്നെ ചെറുത്. പിന്നെ കേബിളൊക്കെ എൻ്റെ അകത്തുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സംഭവം. ആണോ? അപ്പോൾ അത് 2 ഉണ്ടാവും. അത് നമ്മുടെ ഡ്രോണിൻ്റെ 4 സൈഡ് വെച്ചാൽ പോപ്പുലർ പ്രൊട്ടക്റ്റീവ്. അത് പെട്ടെന്ന് നമുക്ക് ആദ്യം പറപ്പിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഫ്ലൈമോർ കോംബോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ ബാറ്ററീസ് കിട്ടും. ഒരുപാട് ലോങ് ഷോട്ട്സ് എടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബഡ്ജറ്റഡ് ആണെങ്കിൽ നോർമൽ എടുത്താലും മതി. കാരണം 30 മിനിറ്റ്സ് എന്തായാലും ഫ്ലൈറ്റ് ടൈം കിട്ടും. നമ്മളെന്തായാലും 30 മിനിറ്റ്സിന് അടുപ്പിച്ച് പറപ്പിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ആദ്യം ചിലപ്പോൾ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റ്സിന് ഷോട്ടിന് ശേഷമായിരിക്കും അടുത്തെടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ചാർജ് ചെയ്യാം. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാരണം ഇത്രയും ചെറിയൊരു ഡ്രോണാണ് ഇത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം ഇപ്പോഴും ഇതിനൊന്നും ഒരു ക്ലാരിറ്റി അത്ര പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഈ DGCAയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രോൺ ഇന്ന് നാനോ കാറ്റഗറിയിലാണ്. iPhone XS Max ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. ഓക്കെ, കറക്റ്റ് ആ ഫോണിൽ നമുക്ക് വേണമെങ്കിൽ ലാൻഡിങ് ബേസൊക്കെ ആക്കാം. ഇത്ര ചെറുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്നത്തെ ഡ്രോണിൻ്റെ ലോകത്ത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രോണാണ്. എന്താ പറയുക, യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂ മാത്രമേ ഇപ്പോൾ കാണാൻ കിട്ടുള്ളൂ. കാരണം അത്രയും ഇംപ്രസീവ് സാധനമാണ് DJ ഇറക്കിയത്. എനിക്ക് തോന്നുന്നു അവർ നല്ലൊരു അടിപൊളി സാധനം തന്നെ ഇറക്കിയത്. കാരണം ആ 250 ഗ്രാംസിനുള്ളിൽ അവർ അത് ഇറക്കാനുള്ള മെയിൻ റീസൺ ഇത് പല കൺട്രിയിലും എന്താ പറയുക, ഒരു പെർമിഷനും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് പറപ്പിക്കാം. ഒരു പ്രശ്നമില്ല. എല്ലായിടത്തും ഇല്ല, പക്ഷേ ചില കൺട്രിയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അതല്ലാത്ത ഇടം ഇത് ആക്ച്വലി ഒരു ഗെയിം ചേഞ്ചറാണ്. പിന്നെ ഡ്രോണിലോട്ട് വരുന്ന എൻട്രിയിൽ വരുന്ന എല്ലാവർക്കും ഇതൊരു വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ 2 ചെറിയ സാധനം അതിൽ പിടിപ്പിക്കണം. അതതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലേ, കൊള്ളാം. ഇനി നമ്മുടെ ഫോൺ ഇതിലോട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് പിടിപ്പിക്കുകയാണത്. പിടിപ്പിച്ചിട്ട് ഡ്രോണായിട്ട് പെയർ ചെയ്യുക. നമുക്ക് ഇവനെ അങ്ങോട്ട് പറപ്പിക്കാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് പറപ്പിക്കാം. നമ്മളവിടെ ഡ്രോണൊക്കെ പറപ്പിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ആതിരപ്പള്ളി ആ സൈഡിലോട്ട് പോവാണ്. സൺഡേ നിങ്ങൾ വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ ഇതുപോലെയൊക്കെ ഡ്രൈവിന് വന്ന് എൻജോയ് ചെയ്യും. ജസ്റ്റ് എയർപോർട്ടിൻ്റെ അവിടെ അത്താണി വരിക. അത്താണി സിഗ്നൽ ഉണ്ടല്ലോ എയർപോർട്ട് തിരിയുന്നാട്. അവിടെ നേരെ കോടനാട് മലയാറ്റൂർ ഡയറക്ഷനോട് തിരിഞ്ഞ് മലയാറ്റൂർ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പഴേ കാണിച്ചു തന്ന ആ ഒരു ലേക്കൊക്കെ ഇല്ലേ, ആ ലേക്കിൻ്റെ അടുത്തും, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ ലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് നേരെ പോവുക. നേരെ പോകുമ്പോൾ നിങ്ങൾക്ക് ബോർഡുണ്ട് റൈറ്റിലോട്ട് ടുവേർഡ്സ് ആതിരപ്പള്ളി. ഞാനും ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത്. എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അപ്പോൾ ചുമ്മാ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഇറങ്ങി തന്നെ. അപ്പോഴാണ് ഈ മാവിക് മിനി ഞങ്ങളുടെ കയ്യിലൊന്ന് പെട്ടത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു വിചാരിച്ചു. ആതിരപ്പള്ളി വരെ ഒന്നും പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ആ ഒരു ഡ്രൈവ് അത്രയും ആ ഒരു ഏരിയ വരെ പോകും. ആതിരപ്പള്ളി അവിടെ തൂക്കുപാലമൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിട്ട് തിരിച്ച് കൊച്ചിയിലോട്ട് പോകും.
ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. നല്ല നല്ല മൂടാണ്, വണ്ടികളൊന്നും ഇല്ല, നല്ല മരങ്ങളും ഇടയിൽ കൂടെ ഇങ്ങനെ പതുക്കെ സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്യരുത്, എൻജോയ് ചെയ്യാൻ പറ്റില്ല, പതുക്കെ പാട്ട്